ഹലോ മക്കളെ, നമ്മൾ ഇംഗ്ലീഷിലെ കുറച്ച് ഇഡിയംസ് ആണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം കുറച്ച് ഇഡിയംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഇഡിയംസിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളുമായിട്ട് നമ്മളൊന്ന് അതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഒരിക്കലും മറക്കില്ല. നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു സംഭവമല്ല ഇഡിയംസ്. കാരണം ആ സെന്റൻസിൽ തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യമൊക്കെ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്കത് ഓർമ്മ വരും. അങ്ങനെയാണ്. അപ്പം നമുക്ക് കുറച്ച് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഇഡിയംസ് ആണ്. ചിലതൊക്കെ നമ്മൾ ഒട്ടും കേൾക്കാത്ത ഇഡിയംസ് ആണ്. പക്ഷെ മുമ്പ് PSC ചോദിച്ച ഇഡിയംസ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവൻ കേൾക്കുക. ഒന്നാമത്തെ ഇഡിയം എന്ന് പറയുന്നത് ഓൺ ദി കാർഡ്സ് എന്നുള്ളതാണ്. ഓൺ ദി കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയില്ലേ, പ്രോബബ്ലി അല്ലെങ്കിൽ പോസിബിൾ ആണ്, ഇപ്പൊ നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓൺ ദി കാർഡ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ദെയർ പ്രൊമോഷൻ ഈസ് ഓൺ ദി കാർഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊമോഷൻ ഇപ്പോഴത്തെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ടെന്ന് കാണിക്കാനാണ് നമ്മളെപ്പോഴും ഓൺ ദി കാർഡ്സ് എന്ന് പറയാം. അപ്പൊ സാധാരണ നമ്മൾ കാർഡ്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കല്യാണ കാർഡൊക്കെയാണല്ലേ ഓർമ്മ വരുന്നത്. നമ്മൾ അതെന്നല്ല, ഇപ്പൊ എന്ത് കാര്യവും നമ്മൾ കാർഡ് അടിക്കുക അത് നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് അല്ലെ. കല്യാണ കത്താണെങ്കിലും ബാക്കി എന്ത് കാർഡാണെങ്കിലും ഇൻവിറ്റേഷൻ കാർഡുകളെല്ലാം നമ്മൾ അടിക്കപ്പെടാണ്. ആ സംഭവം നടക്കുന്നതിന് തൊട്ട് കുറച്ച് മുമ്പായിട്ടാണ് നമ്മൾ അടിക്കുക. അപ്പൊ അത് അടിച്ച് കാർഡ് കൊടുത്തു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ഇപ്പൊ അടുത്ത് തന്നെ നടക്കാൻ ചാൻസ് ഉണ്ട്. നടന്നിട്ടില്ല, പക്ഷെ ഇപ്പൊ അടുത്ത് തന്നെ നടക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഒരുവിധം ഷുവറാണ് നടക്കുന്നുള്ള കാര്യം. അത് തന്നെയാണ് നമ്മൾ ഓൺ ദി കാർഡ്സ് എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അടുത്ത് നടക്കാൻ ചാൻസ് ഉണ്ട്, ഒരുവിധം അത് ഷുവർ ആയിട്ടുണ്ട് നടക്കുന്നുള്ള കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓൺ ദി കാർഡ്സ് എന്ന് പറയുക. അപ്പൊ ഓൺ ദി കാർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കല്യാണക്കത്ത് അടിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻവിറ്റേഷൻ കാർഡ് അടിക്കുന്നതായിട്ട് ഓർത്താൽ മതി. അപ്പൊ അടുത്ത് നടക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഓൺ ദി കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ അതായത് പ്രോബബിൾ അല്ലെങ്കിൽ പോസിബിൾ, അതിനെയാണ് നമ്മൾ ഓൺ ദി കാർഡ് എന്ന് പറയാം. ഒരു എക്സാമ്പിളും കൂടി പറയാം. എ ട്രിപ്പ് ടു മലേഷ്യ ഈസ് ഓൺ ദി കാർഡ്. എന്ന് പറഞ്ഞാൽ അല്ലെ, മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് ഇപ്പൊ അടുത്ത് തന്നെ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള അർത്ഥത്തിലാണ്. ഇനി കിക്ക് ദ ബക്കറ്റ്, അടുത്ത ഇഡിയമാണ് കിക്ക് ദ ബക്കറ്റ്. അതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. കിക്ക് ദ ബക്കറ്റ് എന്താണ്? മരണപ്പെടുന്ന, ഡൈ, അതിനാണ് നമ്മൾ കിക്ക് ദ ബക്കറ്റ് എന്ന് പറയാ. കിക്ക് ദ ബക്കറ്റ് നമ്മൾ സാധാരണ എല്ലായിടത്തും കേട്ടിട്ടുള്ള ഒരു ഇഡിയമാണ്. കിക്ക് ദ ബക്കറ്റ്, ഡൈ എന്നാണ് അർത്ഥം, മരണപ്പെടുക. അടുത്തത് തിക്ക് ആൻഡ് തിന്ന് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ തിക്ക് എന്ന് പറഞ്ഞാൽ നല്ല തടിച്ചതാണ്, തിന്നെന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണിച്ചതാണ് അല്ലെ. നമ്മളൊക്കെ സാധാരണ നല്ല വണ്ണം കൂടാന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമൊക്കെ ഉള്ള, നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഫുഡുകൾ കഴിക്കും അല്ലെ. നമ്മളുടെ എന്തെങ്കിലും പാർട്ടിയിലൊക്കെ നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കും. അപ്പൊ നമ്മൾ ഒന്ന് തടിക്കും അല്ലെ. നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കപ്പെടാണ്, നമുക്ക് എന്തെങ്കിലും മനസ്സിന് ഭയങ്കര പ്രയാസമുള്ള സമയത്തും അല്ലെ. നമ്മൾ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് കിട്ടിയാൽ പോലും നമുക്കത് കഴിക്കാൻ തോന്നില്ല. നമുക്ക് ടെൻഷനും ഉറക്കക്കുറവും എല്ലാം കൂടിയായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും അല്ലെ, മെലിയും, തിന്നാവും. അപ്പൊ തിക്ക് ആൻഡ് തിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ സങ്കടത്തിലും എല്ലാ കണ്ടീഷൻസിലും നമ്മുടെ കൂടെ ഉണ്ടാവാന്നുള്ളതാണ് തിക്ക് ആൻഡ് തിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർ ഓൾ കണ്ടീഷൻസ്, എല്ലാ കണ്ടീഷൻസിലും. അതാണ് നമുക്ക് PSC തന്നിരുന്ന ഓപ്ഷൻ, അണ്ടർ ഓൾ കണ്ടീഷൻ, എല്ലാ കണ്ടീഷനിലും എന്നാണ് തിക്ക് ആൻഡ് തിൻ എന്നതുകൊണ്ട് അവിടെ ഓപ്ഷൻ കൊടുത്തിരുന്നത്. അതായത് നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവാം, എന്ത് കണ്ടീഷനിലാണെങ്കിലും, അത് നല്ല കണ്ടീഷൻ ആണെങ്കിലും ഹാപ്പി ആണെങ്കിലും നമ്മൾ സാഡ് ആണെങ്കിലും നമ്മുടെ കണ്ടീഷൻ വളരെ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുക, അതിനെയാണ് നമ്മൾ തിക്ക് ആൻഡ് തിൻ എന്ന് പറയുക. അപ്പൊ നമ്മൾ തിക്കാവാൻ നല്ല സന്തോഷമുള്ളപ്പോഴാണ്, തിന്നാവാൻ നമുക്ക് ഭയങ്കര വിഷമം വരുമ്പോഴാണ്. അപ്പൊ നമ്മൾ നല്ല സന്തോഷത്തിലും സങ്കടത്തിലും നമ്മുടെ കൂടെ നിൽക്കുക, അണ്ടർ ഓൾ കണ്ടീഷൻ. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഷീ സ്റ്റുഡ് ബിസൈഡ് ഹിം ത്രൂ തിക്ക് ആൻഡ് തിൻ അല്ലെ. അവള് അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എപ്പോഴും, എല്ലാ സാഹചര്യത്തിലും, അണ്ടർ ഓൾ കണ്ടീഷൻ. അങ്ങനെയാണ് ഷീ സ്റ്റുഡ് ബിസൈഡ് ഹിം ത്രൂ തിക്ക് ആൻഡ് തിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടു ബി ഇൻ എ ഫിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഫിക്സ് എന്ന് പറയാം അല്ലെ. ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പിക്കാൻ നടത്താണ്ട്, അതെല്ലാം നമ്മൾ ഫിക്സ് വരാന്ന് പറയും അല്ലെ. നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് പനി കൂടിക്കഴിഞ്ഞാലൊക്കെ ഫിക്സ് വരും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഫിക്സ് വരാം. ഫിക്സ് എന്ന് നമ്മൾ പറയാം, അപസ്മാരകത്തിന് നമ്മൾ ഫിക്സ് എന്ന് പറയാറില്ലേ. അപ്പൊ അങ്ങനെ ഫിക്സ് വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, അതിന്റെ സ്പെല്ലിംഗ് ഏതാണെന്നൊന്നും അറിയില്ല എങ്കിലും ഫിക്സ് വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് നമ്മൾ നെർവസ് ആവുന്ന ഒരു കണ്ടീഷനാണ്. നമുക്ക് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജ് ആണ് അത്. നമുക്ക് കണ്ടു നിൽക്കുന്നവർക്കും ഭയങ്കര പ്രയാസകരമാണല്ലേ അത് കണ്ടു നിൽക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ടു ബി ഇൻ എ ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ബി ഇൻ എ ഡിഫിക്കൽറ്റി എന്നാണ്. എന്തോ ഒരു പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യത്തിലാണ്
നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്തൊരു ഇഷ്യൂ അല്ലെങ്കിൽ എന്തോ ഭയങ്കര പ്രയാസകരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്നുള്ളതാണ് ടു ബി ഇൻ എ ഫിക്സ് എന്ന് പറയുന്നത്. ടു ബി ഇൻ എ ഫിക്സ് ആണ് അല്ലെ, ഫിക്സിൽ ടു ബി ഇൻ എ ഫിക്സ്, അതായത് നമ്മൾക്ക് ഫിക്സ് വരെയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അതായത് ഭയങ്കര ഡിഫിക്കൽട്ട് സ്റ്റേജ് ആണല്ലേ അത്, അങ്ങനെ ഓർത്തിരിക്കുക. ടു ബി ഇൻ എ ഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ഇൻ എ ഡിഫിക്കൽട്ട്, ബി ഇൻ എ ഡിഫിക്കൽട്ട് എന്നാണ് അർത്ഥം. ഇനി അടുത്തത് ടു കൂൾ വൺസ് ഹീൽ. ടു കൂൾ വൺസ് ഹീൽ, ടു കൂൾ വൺസ് ഹീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, നമ്മൾ നിന്ന് കാല് മരവിച്ചു എന്ന് പറയാറുണ്ടല്ലേ ഇല്ലേ. നമ്മൾ കുറേ നേരം ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മുടെ കുറേ നേരം കഴിയുമ്പോൾ നമ്മുടെ കാലൊക്കെ മരവിച്ചു പോകും ഇല്ലേ. മരവിച്ച പോലെ നമുക്ക് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റാത്ത പോലെ ഒരു മന്ത് വന്ന പോലത്തെ ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യില്ലേ. ഇങ്ങനെ കാലിങ്ങനെ മരവിച്ച പോലത്തെ ഒരു അവസ്ഥ ഫീൽ ചെയ്യും. അത് തന്നെയാണ് നമ്മൾ കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ കാല് മരവിക്കും. അപ്പൊ സാധാരണ തണുക്കുമ്പോഴല്ലേ നമുക്ക് അങ്ങനെ മരവിക്കാം. ഇപ്പൊ സാധാരണ നമ്മുടെ ഇവിടെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കുറേ നേരം നിപ്പ് അവിടെ തണുപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാല് മരവിക്കൂലേ, തണുത്ത് മരവിക്കും. അപ്പൊ ടു കൂൾ വൺസ് ഹീൽ, ഹീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലേ കാലിന്റെ ഉപ്പുറ്റിയാണല്ലോ ഹീൽ എന്ന് പറഞ്ഞ. അപ്പൊ ടു കൂൾ വൺസ് ഹീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേനാണ് ടു കൂൾ വൺസ് ഹീൽ എന്ന് പറയാം. ഒരാളുടെ ഉപ്പുറ്റി വരെ തണുത്തു, ടു കൂൾ വൺസ് ഹീൽ, അതായത് കാല് മരവിച്ചു പോയി, ഇങ്ങനെ നിന്ന് കാല് മരവിച്ചു. അതായത് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മൾ കുറേ നേരം ഡോക്ടർമാരൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പറയും, നമ്മുടെ കാല് മരവിച്ചു, വെയിറ്റ് ചെയ്ത് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് നമ്മുടെ കാല് മരവിച്ചു എന്ന് പറയും അല്ലെ. അത് തന്നെയാണ് ഇവിടെ അർത്ഥാക്കുന്നത്. ടു കൂൾ വൺസ് ഹീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ബി കെപ്റ്റ് വെയിറ്റിംഗ് ഫോർ സംവൺ, കുറേ നേരം ആർക്കോ വേണ്ടി കാത്തു നിൽക്കുക. ടു കൂൾ വൺസ് ഹീൽ. അപ്പൊ നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലങ്ങനെ ഓർക്കണം, കാലിന്റെ ഉപ്പുറ്റി ഭയങ്കരമായിട്ട് തണുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇങ്ങനെ മരവിച്ചു പോകുക അല്ലെ, തണുത്ത് മരവിച്ചു പോകുക, അതായത് കുറേ നേരം കാത്തു നിന്നിട്ട്. ടു ബി കെപ്റ്റ് വെയിറ്റിംഗ് ഫോർ സംവൺ, ടു ബി കെപ്റ്റ് വെയിറ്റിംഗ് ഫോർ സംവൺ ആണ് ടു കൂൾ വൺസ് ഹീൽ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. അടുത്തത് ബാഗ് ആൻഡ് ബഗേജ്. ബാഗ് ആൻഡ് ബഗേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാതും കംപ്ലീറ്റ്ലി എന്നാണ് നമുക്ക് PSC തന്ന ഓപ്ഷൻ, കംപ്ലീറ്റ്ലി. അതായത് ശരിക്കും അവിടെ അർത്ഥാക്കുന്നത് വിത്ത് ഓൾ വൺസ് ബിലോങ്ങിങ്സ് എന്നാണ് അർത്ഥാക്കുന്നത്. നമ്മുടെ എല്ലാ സാധന സാമഗ്രികളും, നമ്മൾ പറയില്ലേ പെട്ടിയും പാണ്ടൊക്കെ എടുത്ത് പോയിക്കോളാൻ പറയില്ലേ നമ്മളോട്, ബാഗും പാണ്ടക്കെട്ടൊക്കെ എടുത്ത് പോയിക്കോ, അല്ലെങ്കിൽ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോകാൻ നമ്മളോട് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ബാഗ് ആൻഡ് ബഗേജ് എന്നുള്ള അർത്ഥം. എല്ലാ സാധനങ്ങളും, നമ്മുടെ എല്ലാ സാധന സാമഗ്രികളും എന്നാണ് ബാഗ് ആൻഡ് ബഗേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ നിന്റെ കിടക്കയും പാണ്ടൊക്കെ എടുത്തോന്ന് പറയാറുണ്ടല്ലേ, നിന്റെ പെട്ടിയും പാണ്ടൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോന്ന് പറയാറുണ്ടല്ലേ നമ്മൾ ദേഷ്യം വരുമ്പോൾ. അപ്പൊ അത് തന്നെ, നിന്റെ ബാഗും ബഗേജും ഒക്കെ എടുത്തോ, നിന്റെ സാധന സാമഗ്രികളെല്ലാം എടുത്തോ, അതാണ് അവിടെ ബാഗ് ആൻഡ് ബഗേജ് എന്ന് പറയുന്നത്. എല്ലാ സാധനങ്ങളും, നമ്മുടെ ഓൾ ബിലോങ്ങിങ്സ്, എല്ലാ വസ്തുക്കളും. ഇവിടെ നമുക്ക് PSC തന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്നുള്ളതാണ്, എല്ലാതും കംപ്ലീറ്റ്ലി. ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് വിത്ത് ഓൾ വൺസ് ബിലോങ്ങിങ്സ്, നമ്മുടെ എല്ലാ സാധന സാമഗ്രികളും എന്നാണ് ബാഗ് ആൻഡ് ബഗേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ദ കമ്പനി ഡിമാൻഡഡ് മൂവ് ഔട്ട് ബാഗ് ആൻഡ് ബഗേജ്. ദ കമ്പനി ഡിമാൻഡഡ് മൂവ് ഔട്ട്, കമ്പനി നമ്മളോട് ഡിമാൻഡ് ചെയ്തു അല്ലെ, പോയിക്കോളാൻ പറഞ്ഞു. കമ്പനി ഡിമാൻഡഡ് മൂവ് ഔട്ട് എങ്ങനെ, ബാഗ് ആൻഡ് ബഗേജ്, എല്ലാ സാധന സാമഗ്രികളും എടുത്ത് പോയിക്കോളാൻ പറഞ്ഞു. കമ്പനി ഡിമാൻഡഡ് മൂവ് ഔട്ട് ബാഗ് ആൻഡ് ബഗേജസ്. കാര്യം മനസ്സിലായില്ലേ? ബാഗ് ആൻഡ് ബാഗേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാഗും പെട്ടിയും പിടക്കയും ഒക്കെ എടുത്ത് പോയിക്കോ എന്ന് പറയുന്ന പോലെ നമ്മളുടെ എല്ലാ സാധന സാമഗ്രികളും, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി പിൻ മണി എന്ന് പറയുമ്പോൾ സാധാരണ മണി പിൻ ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഈ ഉത്സവത്തിന് ചെണ്ടയൊക്കെ കൊട്ടുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്തെങ്കിലും നല്ല ഡാൻസ് പെർഫോമൻസോ അല്ലെങ്കിൽ നല്ല പാട്ടൊക്കെ പാടുന്ന സമയത്ത് സദസ്സിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് ഇത്തരത്തിൽ പണം ഇങ്ങനെ ഡ്രസ്സുമേൽ പിൻ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ. അപ്പൊ പിൻ മണി എന്ന് പറയുമ്പോൾ മണി പിൻ ചെയ്ത് കൊടുക്കാന്ന് ഓർത്താൽ മതി. പിൻ മണി എന്ന് പറയുമ്പോൾ മണി പിൻ ചെയ്ത് കൊടുക്കുക. ആ മണി എന്ന് പറയുന്നത്, അങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള മണി എന്ന് പറയുന്നത് അവർക്ക് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ട പൈസ ഒന്നല്ല, കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. അത് അവരുടെ സാലറി അല്ല അല്ലെ, അവർക്ക് പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന സാലറിയോ ശമ്പളോ ഒന്നുമല്ല. പിന്നെന്താണ്, അത് നമ്മൾ അവർക്ക് ഒരു ടിപ്പ് പോലെ കൊടുക്കുന്നതാണ്. അവർക്ക് മറ്റാവശ്യങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അവരൊരു പോക്കറ്റ് മണി എന്നൊക്കെ പറഞ്ഞ പോലെ കൊടുക്കുന്നതാണ് അല്ലെ ആ പിൻ മണി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പിൻ മണി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് അലവൻസ് മെയ്ഡ് ടു എ ലേഡി ഫോർ ഹെർ എക്സ്പെൻസസ് എന്നാണ് നമുക്ക് PSC ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരുന്നത്. അലവൻസ് മെയ്ഡ് ടു എ ലേഡി ഫോർ ഹെർ എക്സ്പെൻസസ്, അതായത് ഒരു ലേഡിക്ക് അവരുടെ എക്സ്പെൻസസിന് വേണ്ടി കൊടുക്കുന്ന ഒരു അലവൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും വെച്ചാൽ എ സ്മോൾ സം ഓഫ് മണി ഫോർ സ്പെൻഡിങ് ഓൺ ഇൻ എസെൻഷ്യൽസ്. എ സ്മോൾ സം ഓഫ് മണി, ഒരു ചെറിയ തുക, എന്തിനു വേണ്ടിയിട്ട്? ഫോർ സ്പെൻഡിങ് ഓൺ ഇൻ എസെൻഷ്യൽസ്, അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ. ഇപ്പൊ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മളൊരു ജ്യൂസ് കുടിക്കാന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിന്റെ കൂടെ ഒരു ഐസ്ക്രീം കഴിക്കാന്ന് പറയുന്നത് നമുക്കൊരു എസെൻഷ്യൽ തിങ് അല്ലല്ലോ, ഒരു അത്യാവശ്യ കാര്യമല്ല.
നമ്മുടെ ഒരു ഇന്നെസെൻഷ്യൽ കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പോക്കറ്റ് മണിനെയാണ് അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പിൻ മണി എന്ന് പറയാ. മനസ്സിലായോ? ഒരിക്കലും ഒരു സാലറിയോ ശമ്പളോ അല്ല, അവരുടെ മറ്റ് ചെലവുകൾക്ക് വേണ്ടിയിട്ട്, അത്യാവശ്യമുള്ള ബാക്കിയുള്ള ഇന്നെസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ചെറിയ പണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പിൻമണി എന്ന് പറയാ. മനസ്സിലായ? അപ്പൊ പിൻമണി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കണം മണി എന്ന് ഓർത്താൽ മതി. അതായത് അവരുടെ ശമ്പളം അല്ല അത്. അതെന്താണ്? അത് അവർക്ക് മറ്റു ഒരു ടിപ്പ് പോലെ നമ്മൾ കൊടുക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ബാക്കിയുള്ള എക്സ്പെൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ തുക, അത്രേ ഉള്ളൂ. അലവൻസ് മെയ്ഡ് ടു എ ലേഡി ഫോർ ഹെർ എക്സ്പെൻസസ് എന്നാണ് PSC ഓപ്ഷൻ തന്നത്. ഇനി ടു ബിൽഡ് കാസ്റ്റിൽ ഇൻ ദി എയർ. ടു ബിൽഡ് കാസ്റ്റിൽ ഇൻ ദി എയർ എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? എന്ത് ചെയ്യുക? ഒരു കോട്ട കെട്ട, എയറിൽ കോട്ട കെട്ട. നമ്മൾ ആകാശക്കോട്ട കെട്ടാന്നൊക്കെ നമ്മൾ സ്ഥിരം പറയുന്നതാണ്. നീ വെറുതെ ആകാശക്കോട്ട കെട്ടണ്ടെന്നൊക്കെ പറയൂലേ? അതെന്താണ്? ഒരു ഡ്രീം, നമ്മളുടെ ഒരു പകൽ സ്വപ്നം അല്ലെ? നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന ഡ്രീം അല്ല, നമ്മൾ ഇങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന, നമ്മളെ മനസ്സുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡ്രീമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കാസ്റ്റിൽ ഇൻ ദി എയർ, ആകാശക്കോട്ട എന്ന് പറയാ. അത് നമ്മുടെ സ്വപ്നമാണ്, പക്ഷെ അത് നടന്നിട്ടില്ല. പക്ഷെ നമ്മൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു സ്വപ്നം, അതിനെയാണ് നമ്മൾ കാസ്റ്റിൽ ഇൻ ദി എയർ, ആകാശക്കോട്ട കെട്ട. ടു ബിൽഡ് കാസ്റ്റിൽ ഇൻ ദി എയർ, ടു ബിൽഡ് കാസ്റ്റിൽ ഇൻ ദി എയർ എന്ന് പറഞ്ഞാല് എ ഡേ ഡ്രീം, ടു ഡേ ഡ്രീം, ഒരു പകൽ സ്വപ്നം അല്ലെ? അതിനെയാണ് നമ്മൾ ടു ബിൽഡ് കാസ്റ്റിൽ ഇൻ ദി എയർ എന്ന് പറയാ. ആകാശക്കോട്ട കെട്ടാന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഇനി ടു ബി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ടു ബി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഞാൻ കാണിക്കുന്ന നോട്ട് അടക്കം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അല്ലെ? അതായത് എഴുതിയത് അല്ലെങ്കിൽ അത് പ്രിന്റ് എടുത്തത് എന്നുള്ള അർത്ഥമാണ്. നമുക്കത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാൻ പറ്റും. വൈറ്റ് സ്ക്രീൻ അല്ലെ, വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ റിട്ടേൺ ചെയ്തത്, ഒരു പേപ്പറിൽ എഴുതിയത് അല്ലെങ്കിൽ പ്രിന്റ് എടുത്തത് എന്ന്, അതായത് എഴുതപ്പെട്ടതാണ്, അതൊരു ഡോക്യുമെന്റ് ആക്കി വെച്ചിട്ടുണ്ട്, അത് എഴുതപ്പെട്ടതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയാം, ടു ബി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയാം. ടു ബി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് പ്രിന്റ് എടുത്തിട്ടുണ്ട്, അതൊരു ഡോക്യുമെന്റ് ആക്കിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു ബി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയാം. മനസ്സിലായ? അപ്പൊ ടു ബി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ബുക്കിന്റെ പേജ് നമ്മുടെ മനസ്സിലേക്ക് വരണം. വൈറ്റ് പേപ്പർ, അതിൽ ബ്ലാക്ക് ലെറ്റേഴ്സ് എഴുതിയിരിക്കുന്നു. അപ്പൊ അതിനർത്ഥം അതിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പ്രിന്റ് എടുത്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ പേപ്പർ, ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ പേപ്പർ. ടു ബി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ പേപ്പർ. ഇതാണ് PSC ഓപ്ഷൻ തന്നിട്ടുണ്ടാകുന്നത്. പിന്നെ ലൈക്ക് എ ഡോഗ് വിത്ത് ടു ടെയിൽ. ലൈക്ക് എ ഡോഗ് വിത്ത് ടു ടെയിൽ നമുക്ക് മിക്കപ്പോഴും തെറ്റുന്ന ഒരു സംഭവമാണ്. കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റില്ല. സാധാരണ ഡോഗിനായിട്ട് കമ്പയർ ചെയ്യുന്നതെല്ലാം മോശപ്പെട്ട കാര്യങ്ങളായിരിക്കും അല്ലെ? മിക്ക ഇഡിയത്തിലാണെങ്കിലും ബാക്കി നമ്മുടെ മലയാളം ശൈലിയിലാണെങ്കിലും ഒക്കെ സാധാരണ ഡോഗുമായിട്ട് കമ്പയർ ചെയ്യാൻ മിക്കപ്പോഴും എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇത് പോസിറ്റീവ് ആണ്. ലൈക്ക് എ ഡോഗ് വിത്ത് ടു ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് മീനിങ്, അത് എക്സ്ട്രീംലി ഹാപ്പി എന്ന് കാണിക്കാനാണ്. സാധാരണ നമ്മൾ പട്ടികൾക്ക് ഒരു വാലുണ്ടെങ്കിൽ അവരെപ്പോഴും വാലാട്ടിക്കൊണ്ടിരിക്കില്ലേ? അവരുടെ സ്നേഹം കാണിക്കാൻ, അവരുടെ സന്തോഷം കാണിക്കാനാണ് അവർ വാലാട്ട. അപ്പൊ രണ്ട് വാലുണ്ടെന്ന് ചോദിക്കുക, അപ്പൊ ഭയങ്കര സന്തോഷമായി, ആട്ടാനായിട്ട് രണ്ട് വാലുണ്ടല്ലോ. അപ്പൊ എക്സ്ട്രീംലി ഹാപ്പി എന്നാണ് ലൈക്ക് എ ഡോഗ് വിത്ത് ടു ടെയിൽ എന്നർത്ഥം. ലൈക്ക് എ ഡോഗ് വിത്ത് ടു ടെയിൽ എന്ന് വെച്ചാൽ ഒരു വാലല്ല, രണ്ട് വാല് കിട്ടി, അപ്പൊ ഭയങ്കര സന്തോഷമായി, ബഹു കേമായി എന്നർത്ഥം. എക്സ്ട്രീംലി ഹാപ്പി, അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ തന്നിരുന്നത് എക്സ്ട്രീംലി ഡിലൈറ്റഡ് എന്നാണ്. അപ്പോഴതും ഭയങ്കര സന്തോഷം, ഡിലൈറ്റഡ് എന്ന് വെച്ചാൽ അത്രയും സന്തോഷം എന്നല്ല അർത്ഥം. എക്സ്ട്രീംലി ഡിലൈറ്റഡ് അല്ലെങ്കിൽ എക്സ്ട്രീംലി ഹാപ്പി എന്നാണ് ലൈക്ക് എ ഡോഗ് വിത്ത് ടു ടെയിൽ എന്നതിന്റെ അർത്ഥം. ഒരു എക്സാമ്പിൾ പറയാ, വെൻ ഹിസ് ഫസ്റ്റ് ചൈൽഡ് വാസ് ബോൺ. വെൻ ഹിസ് ഫസ്റ്റ് ചൈൽഡ് വാസ് ബോൺ, ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ മനു വാസ് ലൈക്ക് എ ഡോഗ് വിത്ത് ടു ടെയിൽ. മനു വാസ് ലൈക്ക് എ ഡോഗ് വിത്ത് ടു ടെയിൽസ് എന്നർത്ഥം. അവൻ ഡോഗ്, രണ്ട് ടെയിലുള്ള ഡോഗിനെ പോലെ ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവൻ എക്സ്ട്രീംലി ഹാപ്പി ആയി എന്നാണ് അർത്ഥം. മനസ്സിലായോ? എക്സ്ട്രീംലി ഹാപ്പി ആയി എന്നാണ് അവിടെ അർത്ഥാക്കുന്നത്. വെൻ ഹിസ് ഫസ്റ്റ് ചൈൽഡ് വാസ് ബോൺ, വെൻ ഹിസ് ഫസ്റ്റ് ചൈൽഡ് വാസ് ബോൺ മനു വാസ് ലൈക്ക് എ ഡോഗ് വിത്ത് ടു ടെയിൽ എന്നർത്ഥം. മനുവിന് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി, എക്സ്ട്രീംലി ഹാപ്പി എന്നാണ് അർത്ഥാക്കുന്നത്. ഇനി അടുത്തത് എ ടോൾ സ്റ്റോറി. നമ്മൾ എ ലോങ് സ്റ്റോറി എന്ന് കേട്ടിട്ടുണ്ട് അല്ലോ? അതൊരു നീണ്ട കഥയാണല്ലേ? നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതെന്താ സംഭവം, അതൊന്നും പറയണ്ട, അതൊരു നീണ്ട കഥയാണെന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ? ചില സമയത്ത് നമ്മൾ നീണ്ട കഥ, അത് നീണ്ട കഥയാണെന്ന് പറയുന്നത് നമുക്കത് പറയാൻ മടിയായിട്ട് പറയും അല്ലെ? അതൊരു നീണ്ട കഥയാണ്, അത് പിന്നെ പറയാന്ന് പറയാറുണ്ടല്ലോ. അത് ലോങ് സ്റ്റോറിയാണ്. പക്ഷെ ഇവിടെ ടോൾ സ്റ്റോറി എന്നാ പറഞ്ഞത്. ടോൾ സ്റ്റോറി എന്ന് വെച്ചാൽ നല്ല ഉയരം കൂടിയ സ്റ്റോറി. നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു സംഭവമാണല്ലേ ഉയരം കൂടിയ സ്റ്റോറി. വലിയ സ്റ്റോറി എന്നൊക്കെ പറയാം, അല്ലാതെ ഉയരം കൂടിയ സ്റ്റോറി നമുക്ക് പറയാൻ പറ്റുമോ? ടോൾ സ്റ്റോറി എന്ന്. അതായത് അതിനർത്ഥം അൺബിലീവബിൾ ആണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്റ്റോറി ആണെന്നാണ് അവിടെ അർത്ഥാക്കുന്നത്. ടോൾ സ്റ്റോറി എന്ന് വെച്ചാൽ എ സ്റ്റോറി ദാറ്റ് ഡിഫിക്കൽട്ട് ടു ബിലീവ്. എ സ്റ്റോറി ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ബിലീവ് എന്നാണ് ടോൾ സ്റ്റോറി എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്.
ഇനി ടു ഷ്രഗ് വൺ ഷോൾഡേഴ്സ്, ടു ഷ്രഗ് വൺ ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മളോട് ആരെങ്കിലും നീ അത് എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നൊക്കെയാണ്. അപ്പം നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്, നമുക്ക് ഉറക്കനെ പറയാൻ പറ്റില്ല, ഇല്ല ഞാൻ എടുത്തിട്ടില്ല എന്ന് ഉറക്കനെ പറയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്താണ് കാണിക്കുക? ഇങ്ങനെ നമ്മ ഒരു വായ കൊണ്ട് ഇങ്ങനെ ഒരു ഒച്ച ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഷോൾഡർ ഇങ്ങനെ പൊക്കിയിട്ടില്ല എന്ന് കാണിക്കും അല്ലേ? കാണിക്കാറില്ലേ നിങ്ങളോട് ആരെങ്കിലും നീ അത് എടുത്തോ എന്നൊക്കെ ചോദിക്കുകയാണ്, പക്ഷെ നമുക്ക് ഉറക്കനെ പറയാൻ പറ്റണില്ല, ഞാൻ എടുത്തിട്ടില്ല എന്ന് ഉറക്കനെ പറയാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. പക്ഷെ നമുക്ക് അവരെ അറിയിക്കണം ഞാൻ എടുത്തിട്ടില്ല ഇല്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെയാ കാണിക്കുക? ഷോൾഡർ ഇങ്ങനെ പൊക്കിയിട്ട് ഇല്ല എന്ന് കാണിക്കൂല്ലേ? നിങ്ങൾ കാണിക്കാറില്ലേ ഇങ്ങനെ ഷോൾഡർ പൊക്കിയിട്ടില്ല എന്ന്? അത് തന്നെയാണ്. അത് നമ്മളുടെ ഡിസപ്രൂവൽ കാണിക്കാം. അവിടെ നമുക്ക് ഇഷ്ടമില്ല, നമുക്ക് താല്പര്യമില്ല, നമ്മൾ ഡിസപ്രൂവൽ ആണ് അവിടെ കാണിക്കുന്നത്. ടു ഷ്രഗ് വൺ ഷോൾഡേഴ്സ്, ടു ഷ്രഗ് വൺ ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഷോ ഡിസപ്രൂവൽ, ടു ഷോ ഡിസ്അപ്രൂവൽ, നമ്മളുടെ അപ്രൂവൽ അല്ല ഡിസപ്രൂവൽ, നമ്മളുടെ പ്രതിഷേധം കാണിക്കുക എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ടു ഷോ ഡിസപ്രൂവൽ ആണ്, ടു ഷോ ഡിസപ്രൂവൽ ആണ് ടു ഷ്രഗ് വൺസ് ഷോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ, അത് എല്ലാവർക്കും അറിയായിരിക്കും. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ, ഒരു ഫിഷിനെ പിടിച്ച് വാട്ടറിന്റെ പുറത്തിട്ടാൽ എങ്ങനെയായിരിക്കും? ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അല്ലെ, നമ്മൾ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു സിറ്റുവേഷനിൽ അല്ലെ. ഫിഷിന് അങ്ങനെയല്ലേ? ഫിഷിനെ പിടിച്ച് വെള്ളത്തിൽ നിന്ന് പുറത്തിട്ട് അത് കംഫർട്ടബിൾ ആയിരിക്കും? അല്ല, അൺകംഫർട്ടബിൾ ആയിരിക്കും. അത് തന്നെയാണ് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ടു ബി ഇൻ എ അൺകംഫർട്ടബിൾ പൊസിഷൻ എന്നാണ്, ഒട്ടും കംഫർട്ട് അല്ലാത്തൊരു പൊസിഷനിലാണ്. ഇനി കട്ട് ടു ദി ചേസ്, കട്ട് ടു ദി ചേസ് നമുക്ക് ഓപ്ഷനിൽ കണ്ടാൽ കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഒരു ഇഡിയമാണ് കട്ട് ടു ദി ചേസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ചേസ് ചെയ്യാന്നൊക്കെ പറയാം പിന്തുടരുന്നതിനെയാണ് അല്ലേ. ആ കാറിനെ ചേസ് ചെയ്യുന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ചേസ് ചെയ്യാന്ന് വെച്ചാൽ പിന്തുടരാം. കട്ട് ചേസ്, ആ പിന്തുടരൽ അങ്ങോട്ട് കട്ട് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾക്ക് നമ്മളോട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അവർ നമ്മളുടെ ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ നടക്കും, വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിന്നാലെ നടക്കും. ഒരു സോപ്പിടില്ല, ആദ്യം കുറച്ച് നേരം സോപ്പിടും അല്ലേ. ഇപ്പൊ അവർക്ക് ടൂർ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കില്ല എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടന്ന് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം ഈ കാര്യത്തിലേക്ക് വരുള്ളൂ അല്ലെ. അപ്പൊ കട്ട് ചെയ്യുക, അത് കട്ട് ചെയ്യുക. കട്ട് ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നീ കറക്റ്റ് പോയിന്റിലേക്ക് വാ അല്ലെ. ടു കം ടു ദി പോയിന്റ്, നിനക്ക് എന്താണോ പറയാനുള്ളത് അത് പറ, അല്ലാതെ നീ വളച്ചു കെട്ടിയൊന്നും പറയണ്ട. ടു കം ടു ദി പോയിന്റ്, ടു കം ടു ദി പോയിന്റ് എന്നാണ് കട്ട് ടു ദി ചേസ് എന്ന് പറഞ്ഞ അർത്ഥം. കട്ട് ടു ദി ചേസ് നമുക്കറിയണ ചേസ് വെച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത്. ചേസ് എന്ന് പറഞ്ഞാൽ പിന്തുടരാന്നാണ് അർത്ഥം. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ മക്കൾ നമ്മളോട് എന്തെങ്കിലും ഇങ്ങനെ പിന്നിൽ കൂടെ നടക്കുക, എന്താണ് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലേ, അപ്പൊ അത് കട്ട് ചെയ്യുക. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നീ കാര്യത്തിലേക്ക് വാ, കം ടു ദി പോയിന്റ് എന്നാണ് കട്ട് ടു ദി ചേസ് എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. കട്ട് ടു ദി ചേസ് എന്ന് പറഞ്ഞാൽ ടു കം ടു ദി പോയിന്റ് എന്നാണ്. എ സ്നേക്ക് ഇൻ ദി ഗ്രാസ്, എല്ലാവർക്കും അറിയായിരിക്കും. എ സ്നേക്ക് ഇൻ ദി ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഒരു ഹിഡൻ എനിമിയാണ് അല്ലെ. ഗ്രാസിനുള്ളിലിരിക്കുന്ന സ്നേക്കിനെ നമ്മൾ കാണൂല, പക്ഷെ അതെന്താണ്, നമ്മൾ കൊത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പണിക്കുറ്റം തീരും. അതായത് ഹിഡൻ ആയിട്ടുള്ള ഒരു എനിമി, അതിനാണ് എ സ്നേക്ക് ഇൻ ദി ഗ്രാസ് എന്ന് പറയാം. ഇനി വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അതും എല്ലാവർക്കും അറിയായിരിക്കും. ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ലപ്പോഴും മാത്രം 2-3 വർഷത്തിൽ ഒരിക്കലും നടക്കുന്ന ഒരു സംഭവമാണ് ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അതായത് ഒരു മാസം തന്നെ 2 പൂർണ്ണചന്ദ്രൻ വരാം. ഒരു മാസം 2 പൂർണ്ണചന്ദ്രൻ വരാം. അതിൽ രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെയാണ് നമ്മൾ ബ്ലൂ മൂൺ എന്ന് വിശേഷിപ്പിക്കാറ്. അപ്പൊ സാധാരണ അങ്ങനെ വരാറില്ല. 2-3 വർഷം കൂടുമ്പോൾ ഇതുപോലെ ഒരു മാസത്തിന്റെ ഏറ്റവും ആദ്യത്തിൽ ഒരു പൂർണ്ണചന്ദ്രനും ഏറ്റവും അവസാനത്തിൽ ഒരു പൂർണ്ണചന്ദ്രനായിട്ടും വരാറുണ്ട്. അപ്പൊ വല്ലപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അതാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നടക്കുന്ന കാര്യം, വളരെ റയർ ആയിട്ട് നടക്കുന്ന കാര്യം. വെരി റയർലി അല്ലെങ്കിൽ സെൽഡം എന്നൊക്കെ നമുക്ക് പറയാം. PSC ഓപ്ഷൻ തന്നിരുന്നത് സെൽഡം എന്നായിരുന്നു. വെരി റയർലി അല്ലെങ്കിൽ സെൽഡം എന്നൊക്കെയാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നതിന്റെ അർത്ഥം. ഈ പറഞ്ഞതൊക്കെ നമുക്ക് സിമ്പിൾ അല്ലേ, നമ്മൾ കേൾക്കാത്ത ചിലതുണ്ടെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളില്ല. ഞാൻ ഒന്ന് വെറുതെ ഓടിച്ച് ചോദിക്കാം നിങ്ങളുടെ അടുത്ത്. ഓൺ ദി കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ദി കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏത് കാർഡ് വരാം? ഇൻവിറ്റേഷൻ കാർഡ് വരണം അല്ലെ. ഇൻവിറ്റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്തോ നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെ കുറിച്ചല്ലേ അത് പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? പോസിബിൾ, നടക്കാൻ സാധ്യതയുള്ളത് അല്ലെ. പോസിബിൾ അല്ലെങ്കിൽ പ്രോബബിൾ, വളരെ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓൺ ദി കാർഡ് എന്ന് പറയാം. ഓൺ ദി കാർഡ് പ്രോബബിൾ ആണ്, പോസിബിൾ ആണെന്ന് കാണിക്കാനാണ്. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡൈ എന്നാണ് അർത്ഥം. തിക്ക് ആൻഡ് തിന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ തിക്കാവ നല്ല സന്തോഷമുള്ളപ്പോഴും, തിന്നാവ വിഷമിച്ചിരിക്കുമ്പോഴാണ്. അപ്പൊ തിക്ക് ആൻഡ് തിന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിൽക്കുക, അതായത് അണ്ടർ ഓൾ കണ്ടീഷൻസ് എന്നാണ് തിക്ക് ആൻഡ് തിന്ന് എന്നതിന്റെ അർത്ഥം. ടു ബി ഇൻ എ ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ് വരാം അല്ലെ, അപസ്മാരകം വരാം. ടു ബി ഇൻ എ ഫിക്സ് ആണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖം വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു ഡിഫിക്കൽറ്റിയിലാണ് അല്ലെ, എന്തൊരു ഒരു ഡിഫിക്കൽറ്റിയിലാണ്, ഒരു പ്രയാസത്തിലാണെന്നാണ് അർത്ഥം. ടു ബി ഇൻ എ ഡിഫിക്കൽറ്റി, ടു ബി ഇൻ എ ഡിഫിക്കൽറ്റി.
ടു കൂൾ വൺസ് ഹീൽ, നമ്മുടെ കാല് തണുത്തുറഞ്ഞു അല്ലെ, കാലിന്റെ ഉപ്പുറ്റി തണുത്തുറഞ്ഞു പോകാം. ടു കൂൾ വൺസ് ഹീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് എന്റെ കാല് വേരോടി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, അങ്ങനെ ശൈലി പറയാറില്ലേ, കാത്തു നിന്ന് എന്റെ കാലിൽ എന്താണ് വേരോടി എന്ന് പറയും, സോറി കാലിൽ വേരോടി എന്ന് പറയും അല്ലെ. അതെന്താണ്, ശരിക്കും വേര് വന്നാണോ? അല്ല അല്ലെ. അതേപോലെ തന്നെ നിന്നെന്റെ കാല് മരവിച്ചു എന്ന് പറയാറില്ലേ, അതായത് കുറെ നേരം വെയിറ്റ് ചെയ്തു എന്നാണ് അവിടെ അർത്ഥാക്കുന്നത്. അപ്പൊ ടു കൂൾ വൺസ് ഹീൽ എന്ന് പറഞ്ഞാല് ടു ബി കെപ്റ്റ് വെയിറ്റിംഗ് ഫോർ സമ്മൺ എന്നാണ് അർത്ഥം. ബാഗ് ആൻഡ് ബാഗേജ് എല്ലാവർക്കും കിട്ടിയായിരിക്കും അല്ലേ, എല്ലാ ബിലോങ്ങിങ്സും, നമ്മുടെ എല്ലാ സാധനങ്ങളും വിത്ത് ഓൾ വൺസ് ബിലോങ്ങിങ്സ് നമുക്ക് PSC കംപ്ലീറ്റ്ലി എന്നാണ് ഓപ്ഷൻ തന്നിരുന്നത്. പിൻമണി എന്ന് പറഞ്ഞാൽ എന്താണ്? പിൻമണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്മോൾ എമൗണ്ട് ഓഫ് മണി അല്ലെ, എന്തിനു വേണ്ടിയിട്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെലവഴിക്കാൻ, ഇൻഎസെൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെലവഴിക്കാൻ വേണ്ടി തരുന്ന ഒരു സ്മോൾ മണീനെയാണ് നമ്മൾ പിൻമണി എന്ന് പറയാം. പിന്നെ ടു ബിൽഡ് കാസ്റ്റിൽ എന്ത് ചെയ്യാന്ന് വെച്ചാലോ, ടു ബിൽഡ് കാസ്റ്റിൽ നമ്മുടെ എയറിൽ കോട്ട കെട്ട അല്ലെ, അതായത് ഡേ ഡ്രീം എന്നാണ് PSC ഓപ്ഷൻ തന്നിരുന്നത്. ടു ബി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മുടെ പേജ് ഒക്കെ നമ്മൾ എഴുതുന്ന ബുക്കിന്റെ പേജ് തന്നെ അല്ലെ, അതിനർത്ഥം അത് എഴുതിയിട്ടുണ്ട്. ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ പേപ്പർ, ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ പേപ്പർ. ഇപ്പൊ എഴുതണം തന്നെ ഇല്ല, പ്രിന്റ് എടുത്താലും അതൊരു ഡോക്യുമെന്റ് ആക്കിയിട്ടുണ്ട്, എഴുതിയോ പ്രിന്റ് എടുത്തോ ഒരു ഡോക്യുമെന്റ് ആക്കിയിട്ടുണ്ട് എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ടു ബി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയാം. PSC ഓപ്ഷൻ തന്നിരുന്നത് ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ പേപ്പർ എന്നാണ്. പിന്നെ ലൈക്ക് എ ഡോഗ് വിത്ത് ടു ടെയിൽ എന്താണ്, ലൈക്ക് എ ഡോഗ് വിത്ത് ടു ടെയിൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പി എന്നാണ് അർത്ഥാക്കുന്നത്. എ ടോൾ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് സ്റ്റോറി ഒക്കെ ഓക്കെ, ടോൾ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിലീവബിൾ അല്ല അല്ലെ. എ സ്റ്റോറി ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ബിലീവ്, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റോറി. എ സ്റ്റോറി ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ബിലീവ് ആണ് എ ടോൾ സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ ടു ഷ്രഗ് വൺ ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡിസപ്രൂവൽ കാണിക്കുക, പറ്റില്ല എന്നുള്ള ഡിസപ്രൂവൽ കാണിക്കുക, അതിനാണ് ടു ഷ്രങ്ക് വൺ ഷോൾഡർ, ടു ഷോ ഡിസപ്രൂവൽ. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി ഇൻ അൺകംഫർട്ടബിൾ സിറ്റുവേഷനിലാണ്. കട്ട് ടു ദി ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കം ടു ദി പോയിന്റ് അല്ലെ, നീ കാര്യത്തിലേക്ക് പറ, വെറുതെ ചേസ് ചെയ്തൊന്നും നടക്കണ്ട, കാര്യത്തിലേക്ക് വാ, കം ടു ദി പോയിന്റ് എന്നാണ് കട്ട് ടു ദി ചേസ് എന്ന് പറഞ്ഞ അർത്ഥം. എ സ്നേക്ക് ഇൻ ദി ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഹിഡൻ എനിമി എന്നാണ് അർത്ഥം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും മാത്രം നടക്കുന്ന കാര്യം, വെരി റയർലി, സെൽഡം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഇത്രയും ഇടിയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ SCERT NCERT ക്ലാസ് എടുക്കാൻ വേണ്ടി നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഫുള്ള് നോട്ട് പ്രിപ്പയർ ചെയ്യാതെ നമുക്ക് ഒരു ഫ്ലോയിൽ എടുക്കാൻ പറ്റില്ല. അപ്പൊ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ക്ലാസ് ഉടൻ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ 2-3 ദിവസങ്ങളൊക്കെ കുറച്ച് ക്ലാസ്സുകളെ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ 1-2 ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ എന്തായാലും വേഗം തന്നെ പുതിയ SCERT ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.